എപ്പോഴാണ് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത്? ഒക്ടോബർ 2. മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേരെന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എപ്പോഴാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്? 1915. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 1942 മഹാത്മാഗാന്ധി ആരംഭിച്ച പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജി ദണ്ഡി മാർച്ച് നടത്തിയതെപ്പോൾ? 1930. മഹാത്മാഗാന്ധി ജനിച്ചതെവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പദവി നൽകിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. മഹാത്മാഗാന്ധിയുടെ ഭാര്യ ആരായിരുന്നു? കസ്തൂർബ ഗാന്ധി. മഹാത്മാഗാന്ധിക്ക് എത്ര കുട്ടികളുണ്ട്? 4. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ ഗാന്ധി ഏത് തത്വശാസ്ത്രമാണ് പിന്തുടർന്നത്? സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായി കണക്കാക്കുന്നത് ഏത് സംഭവമാണ്? 1930 ദണ്ഡി മാർച്ച്. സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഗാന്ധിജിയുടെ തൊഴിൽ എന്തായിരുന്നു? അഭിഭാഷകൻ. ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹതന്ത്രം പ്രയോഗിച്ചത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ അഹിംസയുടെ തത്വശാസ്ത്രം വിശദീകരിക്കുന്ന പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം? 1942. എപ്പോഴാണ് ഗാന്ധി ഇർവിൻ കരാർ ഒപ്പിട്ടത്? 1931. ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്? വിൻസ്റ്റൺ ചർച്ചിൽ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധി തിരികെ നൽകിയ അവാർഡ് ഏതാണ്? കൈസർ-ഇ-ഹിന്ദ്. ഗാന്ധിജിയെ വധിച്ചത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം നവജീവൻ. ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്? 78. ഗാന്ധിജിയുടെ ചെറുപ്പത്തിലെ ഓമനപ്പേരെന്തായിരുന്നു? മോനിയ. ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസം ഏത്? വെള്ളി. ഗാന്ധിജിയുടെ പിതാവിൻ്റെ തൊഴിൽ എന്തായിരുന്നു? ദിവാൻ. ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്? 13. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നേതാവ് സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവ് പുത്ലിഭായ്. ഗാന്ധി രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം നൽകിയ സംഘടന
നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഐക്യരാഷ്ട്ര പൊതുസഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചത് എന്നു മുതലാണ്? 2007 ജൂൺ 15.